നമസ്കാരം. ഞാൻ കർമ്മയെക്കുറിച്ചുള്ളൊരു എൻ്റെ ഒരു അനുഭവവും അതിനെക്കുറിച്ച് പല രീതിയിലും അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളും അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ജന്മത്തിലെ കർമ്മ, ഈ ജന്മത്തിലെ കർമ്മ, അതനുസരിച്ച് വരാനിരിക്കുന്ന നമ്മുടെ ഫ്യൂച്ചർ, അതിൻ്റെ ഒരു ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ചെയ്യണത്. അത് അതിൻ്റെതായിട്ടുള്ള പല തെറ്റിദ്ധാരണകളും ഇതൊക്കെ ഉണ്ട് പലർക്കും. അപ്പോൾ അതൊന്ന് മാറണമെങ്കിൽ മാറട്ടെ എന്ന് വിചാരിച്ചിട്ട് ആണിത് ചെയ്യണത്. ജസ്റ്റ് ചെറിയൊരു ഷോർട്ടായിട്ട് ചെയ്യണേ കാര്യം. സത്യത്തിൽ ഇത് പറയാനാണെങ്കിൽ കുറേ ഉണ്ട്. പിന്നെ ഇത് ജസ്റ്റ് ഒരു അറിവ് പോലെ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും അതനുസരിച്ച് അടുത്ത നിമിഷം മുതൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതെല്ലാം ഫ്യൂച്ചർ ബെറ്ററായിട്ട് വരുള്ളൂ. ഹെൽത്ത് ആയിക്കോട്ടെ, വെൽത്ത് ആയിക്കോട്ടെ, നമുക്ക് എല്ലാവിധത്തിലും റിലേഷൻഷിപ്പ് എല്ലാ വിധത്തിലും ബെറ്ററായിട്ടേ പോവുള്ളൂ ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ വേറൊന്നുമില്ല. മെയിനായിട്ട് കഴിഞ്ഞ ജന്മത്തിലെ കർമ്മ എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഇന്നലത്തെ ദിവസം അല്ലെങ്കിൽ ഈ കഴിഞ്ഞ നിമിഷം, അതാണ് ഈ കഴിഞ്ഞ ജന്മത്തിലെ നമ്മുടെ കർമ്മ. അപ്പോൾ ഈ നിമിഷം മുതൽ നമ്മൾ എല്ലാം ശ്രദ്ധിച്ചാണ് പോകണമെന്നുണ്ടെങ്കിൽ അടുത്ത നിമിഷം തുടങ്ങി നമുക്കെല്ലാം ബെറ്ററായിട്ടേ വരുള്ളൂ. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ദിനം പ്രതി കാണുന്നതായിട്ടുള്ള കാര്യങ്ങൾ, കേൾക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ, പല സിറ്റുവേഷനിൽ ഫ്രണ്ട്സിനോടും ആയിക്കോട്ടെ, ഫാമിലിയോടായിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ജോലി സ്ഥലത്തുള്ളവരായിക്കോട്ടെ, നമ്മൾ അനാവശ്യമായിട്ട് സംസാരിക്കുന്നതെല്ലാം ഒഴിവാക്കുക. കാരണം പല കാര്യങ്ങളും നിങ്ങൾക്ക് തന്നെ അറിയാലോ. അപ്പോൾ പല കാര്യങ്ങളും ഇപ്പോൾ ഈ കാണുന്നതും കേൾക്കുന്നതും സംസാരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളെല്ലാമാണ് നമ്മുടെ ചിന്തയിലേക്ക് വരുന്നത്. അപ്പോൾ ചിന്തയിലേക്ക് വരുമ്പോൾ അത് വൈബ്രേഷനായിട്ട് സ്പ്രെഡ് ആവും. നമ്മുടെ എനർജി അതനുസരിച്ച് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ, വൈബ്രേഷൻ നമ്മുടെ ബോഡിയിൽ നിന്ന് പോകുമ്പോൾ ആ ചിന്തിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങൾക്കനുസരിച്ചാണ് വൈബ്രേഷൻ പോകുന്നത്. അപ്പോൾ അതനുസരിച്ചായിരിക്കും നമുക്ക് ജീവിതത്തിൽ സംഭവിക്കാൻ പോണത്. അപ്പോൾ അതിൻ്റെ ഒരു ടിപ്സ് എന്ന് പറയാനായിട്ട് ശ്രദ്ധിച്ചു പോകേണ്ട കാര്യങ്ങൾ മെയിനായിട്ട് പ്രെയർ. എല്ലാവർക്കും വേണ്ടിയുള്ള ആരോഗ്യത്തിനും സാമ്പത്തികത്തിനും റിലേഷൻഷിപ്പിനും വേണ്ടിയുള്ള പ്രെയർ ചെയ്തു പോകുന്നത്. പിന്നെ നമ്മളിതെല്ലാം ദിനം പ്രതി ശ്രദ്ധിക്കുന്നത് വീഡിയോ ഷോസ്. ഇപ്പോൾ മൊബൈലിൽ തന്നെ നമ്മൾ പല കാര്യങ്ങളും കാണുന്നുണ്ട്. ഫാമിലി പരമായിട്ടുള്ളതും അതേപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പ്, റിലേഷൻഷിപ്പ്, സാമ്പത്തികമായിട്ടുള്ള അതിൻ്റെതായിട്ടുള്ള മാറ്റർ എല്ലാം കാണുന്നുണ്ട്. അപ്പം നമ്മൾ ഇത് എല്ലാം നമ്മുടെ ലൈഫിലേക്ക് ഓരോ സിറ്റുവേഷൻസായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതെല്ലാം അനാവശ്യമായിട്ട് ഉള്ള ഷോസ്, TV ഷോസ്, അതേപോലെ തന്നെ മൂവീസ്, ഇതിലെല്ലാം നമ്മുടെ കഴിഞ്ഞ കാലങ്ങളും ഓരോ ജീവിതത്തിൽ നടന്നു പോയിട്ടുള്ള കാര്യങ്ങളുമാണ് ഇതെല്ലാം കാണിക്കുന്നത്. അപ്പോൾ അതെല്ലാം എന്തൊക്കെ അതിൽ കാണുന്നുണ്ടോ അതൊക്കെ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരും. അപ്പോൾ അത് നമ്മുടെ ചിന്തയിൽ നിന്ന് അത് വൈബ്രേഷനായിട്ട് സ്പ്രെഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് നമ്മുടെ ലൈഫിലേക്കാണ് പിന്നെ അത് വരുന്നത്. അപ്പോൾ അത് പല സിറ്റുവേഷൻസായിട്ടായിരിക്കും. അപ്പോൾ പ്രെയർ ആയിട്ട് പോണവർക്ക് അതിൽ നിന്നൊക്കെ പല രീതിയിലുള്ള സംരക്ഷണങ്ങൾ കിട്ടും. പിന്നെ അങ്ങോട്ട് ബെറ്ററായിട്ട് പോകും. അപ്പോൾ പ്രെയർ ചെയ്തുകൊണ്ടിരിക്കുക എപ്പോഴും. അപ്പോൾ പല സാഹചര്യങ്ങൾ കാരണം നമുക്ക് സംസാരിക്കേണ്ടി വരും, പല സിറ്റുവേഷൻ്റേതായിട്ടുള്ള മാറ്ററുകൾ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഡെയിലി രാവിലെയും അല്ലെങ്കിൽ പിന്നെ രാത്രി കിടക്കുന്നതിന് മുമ്പും ഉള്ള പ്രെയർ. പിന്നെ എപ്പോഴും ഏത് ദൈവത്തിനാണോ കൂടുതൽ ആരാധിക്കുന്നത് ആ ദൈവത്തിൻ്റെ രൂപം എപ്പോഴും നല്ല ബ്രൈറ്റായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുക മെയിനായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ദൈവങ്ങൾക്ക് നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ശക്തികളിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ പറ്റുള്ളൂ ഈ ഭൂമിയിൽ എവിടെയാണെങ്കിലും. അപ്പോൾ പ്രെയർ ഇതേപോലെ തന്നെ ഏത് ദൈവത്തിനും, ഇപ്പോൾ ഹിന്ദുക്കളുടേതായിട്ടുള്ള ദൈവത്തിൻ്റെ രൂപം, നമ്മൾ ക്രിസ്ത്യാനികളുടേതായിട്ടുള്ള ദൈവങ്ങളുടെ രൂപം, മാലാഖമാരുടെ രൂപം. അപ്പോൾ ഇപ്പോൾ മുസ്ലിംസ് ആയിക്കോട്ടെ, മുസ്ലിംസിൻ്റെതായിട്ടുള്ള ഒരു ദൈവങ്ങളുടെ രൂപം. അതിൽ രൂപമില്ലെന്ന് പറഞ്ഞാൽ എന്താ പറയുക, പ്രകാശരൂപം. അപ്പം
ബ്രൈറ്റായിട്ട് നമ്മൾ ഏത് ദൈവത്തിനെ വിചാരിച്ചാലും മതി. അത് എന്ന് വെച്ചാൽ എല്ലാ ദൈവങ്ങളും തുല്യമാണ് ശക്തികൾ. അപ്പോൾ എല്ലാം പവർഫുൾ, എന്താ പറയുക, അത്രക്കും പവർഫുള്ളാണ് ദൈവങ്ങൾ. അപ്പോൾ നമ്മൾ എപ്പോഴും ദൈവങ്ങൾ മനസ്സിലുണ്ടാവണം. പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള എല്ലാ വിധത്തിലും ഉള്ള ആരോഗ്യത്തിനും, പറഞ്ഞ പോലെ സാമ്പത്തികത്തിനും, റിലേഷൻഷിപ്പിനും എല്ലാ വിധത്തിലുള്ള പ്രെയർ നമ്മൾ ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ പോലെയുള്ള ഈ കാര്യങ്ങൾ നമ്മൾ മൊബൈലിൽ മറ്റുള്ളവർക്ക് നല്ലത് സംഭവിക്കുന്നതാണ് കാണുന്നതെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ അതനുസരിച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യമാണ് നമ്മൾ കാണുന്നതെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ലൈഫിലേക്ക് വരും. അപ്പോൾ അത് അങ്ങനെയുള്ളതെല്ലാ വീഡിയോസും, TV ഷോസ്, ഫിലിംസ്, അങ്ങനെ എല്ലാം ഒഴിവാക്കുക. ഈ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൃഗങ്ങൾ പോലും തമ്മിൽ തല്ല് പിടിക്കുന്നത് പോലെ കാണുന്നത് പോലും നമുക്ക് നല്ലതല്ല ജീവിതത്തിൽ. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസും കൂടി ഒഴിവാക്കണമെങ്കിൽ അത്രയും നല്ലത്. അത്രയും ബെറ്ററായിട്ട് തന്നെ നമുക്ക് ജീവിതം കൊണ്ടുപോകാൻ പറ്റും. കാരണം ഭൂമിയിൽ ജീവജാലങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യരായിക്കോട്ടെ, മൃഗങ്ങളായിക്കോട്ടെ, പക്ഷികളായിക്കോട്ടെ, മത്സ്യങ്ങളായിക്കോട്ടെ, ഭൂമിയുടെ ലെവലിൽ നമുക്ക് ജീവജാലങ്ങളുടെ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇതെല്ലാം തുല്യമാണ്. അപ്പോൾ ദൈവങ്ങളുടെ കണ്ണിൽ ഇത് നമ്മൾ ജീവജാലങ്ങളെല്ലാം ഈക്വാലിറ്റിയാണ്. അപ്പോൾ നമ്മൾ അതുങ്ങൾ സ്നേഹത്തോടെ പോണത് ആയിരിക്കണം നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്. അപ്പോൾ മൃഗങ്ങൾ പോലും തല്ലുപിടിക്കുന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിലില്ലാതിരുന്നാൽ അത്രയും നല്ലത്. അപ്പോൾ അതാണ് ഞാൻ അതിനെപ്പറ്റി പറയാൻ കാരണം. അപ്പോൾ അത്രയും കൂടി ബെറ്ററായിട്ട് പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഈ ശ്രദ്ധിക്കുക, ദിനം പ്രതി കാണുന്നത് ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അടുത്ത നിമിഷം തുടങ്ങി അത്രയും ബെറ്ററായിട്ടുള്ള കാര്യങ്ങളായിരിക്കും സംഭവിക്കുന്നത്. അത്രയും ബെറ്ററായിട്ട് നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അതിന് ആഗ്രഹമുള്ളവർ ഇങ്ങനെയൊക്കെ ചെയ്തു പോവുക. പിന്നെ മെഡിറ്റേഷനും ബ്രീത്തിങ് എക്സസൈസും പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതം എന്താണെന്നും ദൈവങ്ങൾ എന്താണെന്നും ഭൂമിയും നമ്മുടെ യൂണിവേഴ്സും എന്താണെന്നും സ്വയം അനുഭവിച്ച് ഫീൽ ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ അത് ബ്രീത്തിങ് മെഡിറ്റേഷൻ്റേതായിട്ടുള്ള ചില മെത്തേഡുകൾ ഞാൻ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പം അത് താല്പര്യമുള്ളവരത് കാണുക. പിന്നെ ഇത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടണമെങ്കിൽ, ഇത് നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കേൾക്കുന്നവരാരായാലും നിങ്ങൾക്കിത് നല്ലതാണെന്ന് തോന്നണമെങ്കിൽ, മറ്റുള്ളവർ ഇത് അറിയണമെന്ന് തോന്നണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു. അതിൻ്റെ കൂടെ ഒരു മെയിനായിട്ടുള്ള കാര്യം പറയാൻ മറന്നുപോയി. മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിച്ചു പോകേണ്ടത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും റെസ്പെക്റ്റും ക്ഷമയും സ്നേഹവും നമ്മുടെ ഓരോ നിമിഷവും ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക. മറ്റുള്ളവരോടും എല്ലാ ജീവജാലങ്ങളോടും ദൈവങ്ങളോടും റെസ്പെക്റ്റ് തുല്യമായിട്ട് തന്നെ, ഈക്വൽ റെസ്പെക്റ്റ്. ദൈവങ്ങളോട് എങ്ങനെയാണോ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം അതേപോലെ തന്നെ ജീവജാലങ്ങളോടും മനുഷ്യരോടും. എന്ന് വെച്ചാൽ പ്രയറുമായിട്ട് പോണവർക്ക് ഇതിൻ്റെ ആയിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ അറിയാൻ പറ്റും. എന്നുവെച്ചാൽ ഈ നമ്മൾ ദൈവമക്കളാണ് റിയലായിട്ട്. അപ്പോൾ നമ്മൾ ഈക്വൽ റെസ്പെക്റ്റ് പരസ്പരം ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ക്ഷമിക്കും തോറും നമ്മളുടേതായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളിൽ ഇമ്പ്രൂവ്മെൻ്റ് ആയിക്കോളും. പരസ്പരം ക്ഷമയായിരിക്കണം നമ്മുടെ മനസ്സിൽ. അതേപോലെ തന്നെ റെസ്പെക്റ്റ്, സ്നേഹം
മനസ്സുകൊണ്ട് ഓരോ നിമിഷവും ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം. അത് കഴിഞ്ഞുള്ള നിമിഷങ്ങൾ നിങ്ങൾക്ക് സ്വയം അനുഭവിച്ചറിയാൻ പറ്റും ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന്. അത് ശ്രദ്ധിച്ചു പോകുമ്പോഴുള്ള ഇത് സ്വയം ഫീൽ ചെയ്ത് പോകാൻ പറ്റും. അതാണ് ഞാൻ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതൊന്ന് കൂടെ പറയുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് മറ്റുള്ളവരെ അറിയിക്കണമെന്ന് താല്പര്യമുള്ളവർ ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.